ഞാൻ തസ്ന. ഞാൻ നിർമ്മാണ അക്കാഡമിയിൽ 15 മന്ത് ഇന്റീരിയർ ഡിസൈൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമാണ്. ഞാൻ ഡിഗ്രിക്ക് ശേഷമാണ് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുന്നത്. ഡിസൈൻ പാർട്ടിനോട് ഒരുപാട് പാഷനേറ്റ് ആയിട്ട് വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരു ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സ് ആണ് പഠിച്ചതെങ്കിലും ഞങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് കയ്യിൽ കിട്ടിയാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് പാർട്ട് വരെ എങ്ങനെ ഡീൽ ചെയ്യാമെന്നുള്ള എല്ലാ ഒരു ടൂൾസും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. 2 പ്രൊജക്റ്റാണ് ഞാൻ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് റെസിഡൻസും ഒന്ന് കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റും. റെസിഡൻസിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രൊജക്റ്റാണ്. ഇത് ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഒരു പ്രൊജക്റ്റാണ് ഞാൻ ചൂസ് ചെയ്തത്. അതെനിക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ ചെയ്ത് ഇറങ്ങാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൊജക്റ്റൊക്കെ ഡീൽ ചെയ്ത് ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റേജിലെത്തുമ്പോൾ എന്നിൽ കുറേ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു പ്രൊജക്റ്റ് കയ്യിൽ കിട്ടിയ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് പാർട്ട് വരെ ചെയ്യാനുള്ള എല്ലാ ഒരു കോൺഫിഡൻസും മുന്നിലുണ്ടായിട്ടുണ്ട്. പിന്നെ പ്രൊജക്റ്റ് ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിൻ്റെ ലിറ്ററേച്ചർ കേസ് സ്റ്റഡി, ലൈവ് കേസ് സ്റ്റഡി ഒക്കെ ചെയ്തിട്ടുണ്ട്. ലൈവ് കേസ് സ്റ്റഡി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ്ലി എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റിൽ ഓരോ കാര്യങ്ങളും അപ്ലൈ ചെയ്യുന്നതെന്നുള്ള ഡയറക്റ്റ് കാണുമ്പോഴും അത് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോഴും രണ്ടും 2 ഫീലാണ്. അപ്പോൾ ലൈവ് കേസ് സ്റ്റഡി ഒക്കെ കിട്ടുന്ന സമയത്ത് അതൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റിയിട്ടുണ്ട്. ഡിസൈൻ പാർട്ടിനോട് കൂടുതൽ പാഷനേറ്റ് ആണെങ്കിലും അത് എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ആ ഡിസൈൻ കൊണ്ടുവരിക എന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ ഈ ഒരു അക്കാഡമിയിൽ വന്നതിന് ശേഷം ഉള്ള ചേഞ്ചസാണ് എൻ്റെ ഈ പോർട്ട്ഫോളിയോയിൽ കാണാൻ പറ്റുന്നതും. പിന്നെ ഒരുപാട് സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതോടുകൂടി ഞങ്ങളുടെ ക്വാളിറ്റിയിൽ കുറേ ഇമ്പ്രൂവ്മെൻ്റ് ആണ് വരുന്നത്. എല്ലാവരും ഡിസൈനിങ് ചെയ്യുന്നതോടുകൂടി അത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഒരു പ്രൊജക്റ്റിൽ അപ്ലൈ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഞങ്ങൾക്ക് ഇവിടെ ഡിസൈൻ ചെയ്യുന്ന സമയത്തില്ലായിരുന്നു. പക്ഷേ ഒരു സൈറ്റിൽ പോയി അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും കൂടെ അത് ക്ലിയർ ചെയ്ത് ഞങ്ങളുടെ ഡിസൈൻ പാർട്ടിൽ ഒന്നുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് നിർമ്മാണ അക്കാഡമി എന്നുള്ളൊരു ഫൈനൽ ഡിസിഷൻ എടുത്തത്. ആ ഒരു ഡിസിഷൻ എനിക്ക് എൻ്റെ ലൈഫിൽ യൂസ്ഫുൾ ആണ് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് വരുന്നത്. നല്ലൊരു പോർട്ട്ഫോളിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. അക്കാഡമിയിൽ വന്നതോടുകൂടി തന്നെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് എന്നിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇൻ്റർവ്യൂവിന് പോയ ടൈമിൽ എനിക്കുണ്ടായിരുന്നൊരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളെ കൂടെ തന്നെ വേറെ സ്ഥാപനത്തിൽ നിന്ന് വന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരായിട്ടും ഞങ്ങളായിട്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിർമ്മാണ അക്കാഡമിയിൽ നിന്ന് ഞങ്ങളെ സ്റ്റുഡൻസിന് എന്തോ ബാക്കിയുള്ള അക്കാഡമിയിലേക്കാട്ടിലും സ്റ്റുഡൻസിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ഒരു ക്വാളിറ്റി കൂടുതലുള്ള പോലെ ഫീൽ ചെയ്തു. നിർമ്മാണ അക്കാഡമിയോട് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് പറയാണ്.